ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യൂട്ടിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ ബൈനോമിയലും അതേപോലെ തന്നെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും ഏത് സീരീസിലുള്ളതിലാണ് നമ്മൾ ഉപയോഗിക്കുക, ഡിസ്ക്രീറ്റ് സീരീസിലാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലോടുകൂടി തരുന്നതാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിലാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നിങ്ങൾ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതകൾ, അതൊരു കണ്ടിന്യൂസ് കർവ് ആണ്. നോർമൽ കർവ് ഒരു ബെൽ ഷേപ്ഡ് ആണ്. അതേപോലെ തന്നെ അതിൽ സിമെട്രിക്കലാണ്. മീൻ മീഡിയൻ മോഡൊക്കെ ഈക്വൽ ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. നോർമൽ കർവിൻ്റെ ഏറ്റവും ഹൈറ്റ് എവിടെയാണോ വരുന്നത് അവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ മീൻ എന്ന് പറയുന്നത്. ഒരൊറ്റ പോയിൻ്റാണ് മാക്സിമം പോയിൻ്റ് ഉണ്ടാവുള്ളൂ, അതായിരിക്കാം മീൻ എന്ന് പറയുന്നത്. അതേപോലെ 2 ഈക്വൽ പാർട്ട് ഉണ്ടായിരിക്കും. ഒരു ഷേപ്പിനെ നമ്മൾ നടുവിലാണ് മീൻ വരുന്നതെങ്കിൽ, ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്താണ് മീൻ വരുന്നതെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത പോലെയാണ് കാണിക്കുക. അത് നമുക്ക് ആ ചിത്രം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കർവ് ഈസ് അസിമെട്രിക് ടു ദ ബേസ് ഓൺ ഐദർ സൈഡ്. ആ ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ അത് പറയാം. കർവ് വരയ്ക്കുന്ന സമയത്ത് അതിൽ ബേസിൽ അത്രത്തോളം ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അതൊരു യൂണി മോഡലാണ്. അങ്ങനെ ഇതിലൊരു 10-18 പോയിന്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 10 പോയിന്റെങ്കിലും ഇവിടെ പഠിച്ച് വെക്കുക എന്നുള്ളതാണ്, പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും അതേപോലെ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഒരു 5 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം. അതിൻ്റെ പ്രാധാന്യം, എവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസ് ഉപയോഗിക്കുന്നത് നമുക്ക് പറയാലോ. ഡിസ്ക്രീറ്റ് സീരീസിലാവുമ്പം ബൈനോമിയലും പോയ്സണുമാണ്. പക്ഷെ നോർമലിലാവുമ്പം എപ്പോഴും n എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കുന്ന സമയത്താണ്, നമ്പർ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കൺഫേം ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ലാർജ് വാല്യൂസ് ഓഫ് n. എല്ലാ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനും കൺഫേം ചെയ്തത് നോർമൽ വാല്യൂസ് n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ലാർജ് ആയിരിക്കുന്ന സമയത്താണ്. വേരിയസ് സ്റ്റെപ്സ്, സിഗ്നിഫിക്കൻസ് കാണിക്കുക, അസംഷൻസ് എല്ലാം. പാരന്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾസ് ആർ ഡ്രോൺ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഏതിൽ നിന്നാണോ സാമ്പിൾസ് എടുത്തത് അതിൻ്റെ ആ ഒരു പല ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസും ബേസ് ചെയ്ത് ഇടുന്ന അസംഷൻ അതിൻ്റെയൊക്കെ ബേസ്ഡായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വായിച്ച് നോക്കുക, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ എന്നുള്ളത്. നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോവാം. അതിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. മെറിറ്റും ഡിമെറിറ്റൊക്കെ ഒന്ന് വായിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. അതിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ്, ഒരു ബെൽ ഷേപ്ഡ് കർവാണെന്ന് പറഞ്ഞു അല്ലേ. ബെൽ ഷേപ്ഡ് ആയിട്ടുള്ളൊരു കർവാണ്. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് നിങ്ങൾ കണ്ടോ, ഇതാണ് ഇവിടെ ടച്ച് ചെയ്ത് പോവില്ല എന്ന് പറയാൻ കാരണം ഈ ബേസും ഈ ഒരു ഷേപ്പിൻ്റെ 2 അറ്റവും നമുക്ക് ടച്ച് ചെയ്ത് പോവില്ല. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് പറയുന്നത് ഇതല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, താഴേക്ക് വരയ്ക്കും. ഇതാണ് എന്ത് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്ന പോയിന്റാണ് ഇവിടെ നമ്മൾ മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കർവിനെ ഇത് എന്തായി ചെയ്തിരിക്കുന്നത്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ട് ഭാഗത്തിനും തുല്യമായിട്ട് വീതിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാം, ഈ ഒരു ഭാഗം 0.5ഉം ഈ ഒരു ഭാഗം 0.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആണെന്നുള്ളത് അറിയാലോ നിങ്ങൾക്ക്, ക്ലിയർ അല്ലേ. ഇത് 1 ആണെങ്കിൽ അതിനെ തുല്യമായി ഭാഗിച്ചപ്പോൾ ഇവിടെ 0.5ഉം 0.5 ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ നടുവിൽ കിട്ടുന്ന ഈ പോയിന്റ്, ഇവിടെ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആണെന്നാണ് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റിലേക്ക് വരുന്ന പോയിന്റ് ആയിരിക്കും മീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ അത് നെഗറ്റീവായിട്ടായിരിക്കും കാണിക്കുക.
അത്രയും ക്ലിയർ അല്ലേ? ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഏരിയ 0.5, ഇതിൻ്റെ മാക്സിമം ഏരിയ 0.5, ഇതിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിരിക്കും മീൻ എന്ന് പറയുന്നത്. ഇനി ബാക്കി പോയിന്റുകൾ എവിടെയാണോ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. കാരണം ഇവിടെ വരുന്നതിനേക്കാൾ കൂടി വരികയാണെങ്കിൽ അതെല്ലാം ഈ സൈഡിലേക്കും, ഇവിടെ വന്നതിനേക്കാൾ കുറവാണ് വരുന്നതെങ്കിൽ അതെല്ലാം ഈ ഭാഗത്തേക്കുമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് മിനിമം ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതിൽ 2-3 പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു 1.17 അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മീൻ ഇവിടെ ഇത്രയാണെങ്കിൽ 1.17 എന്ന് പറയുമ്പോൾ ഇത് റൈറ്റിലേക്കാണെങ്കിൽ അത് പോസിറ്റീവായിട്ടും, അതേ പോയിന്റ് -1.17 ആകുമ്പോൾ അത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കുമാണ് വരേണ്ടത് മാത്രമേ ഉള്ളൂ. ഈ കിട്ടുന്ന പോയിന്റിനൊക്കെ ഒരു ടേബിൾ വാല്യൂ ഉണ്ടായിരിക്കും. അത് 0 മുതലുള്ള ദൂരമായിരിക്കും കാണിക്കുക. 0ന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തിനെയാണ് ഈ ടേബിൾ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് 0ന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരുന്നത് ഈ ഒരു ദൂരത്തിനെയാണ് ടേബിൾ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് അറിയേണ്ട കുറച്ച് പോയിന്റുകൾ. ഇവിടെ ഈ തന്നൊരു ക്വസ്റ്റ്യനിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ -1.78 ഉണ്ട്, +1.7 ഉണ്ട്. അതിൻ്റെ മിഡിലാണ് Z എന്ന് പറയുന്ന വാല്യൂ. അപ്പം നമുക്ക് നോക്കേണ്ടത് ഇതേപോലൊരു ചിത്രം വരച്ച് ഇവിടെയാണ് ഏത് വാല്യൂ, ആ 0 അല്ലെങ്കിൽ Z എന്നുള്ള വാല്യൂ കിടക്കുന്നത്. അതിന് +1.78 ആയപ്പോൾ ഇങ്ങോട്ടേക്കും ജസ്റ്റ് വരച്ചു, നെഗറ്റീവ് ആയപ്പോൾ അതേപോലെ ഇങ്ങോട്ടേക്കും വരച്ചു. ഇനി ഈ 1.78ന്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 0.4625 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേബിൾ വാല്യൂ നോക്കുക? 1.78. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് ആ വാല്യൂസ് ഉള്ള ടേബിൾ ഉണ്ട്. അപ്പോൾ 1.78 അല്ലേ, അപ്പോൾ 1 എടുക്കുക അവിടെ. കണ്ടോ, ഇതാണ് 1.7 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ നോക്കൂ, 0, 0.01, 0.02 അങ്ങനെ നീണ്ടിട്ട് 0.9 വരെയാണ് ഉള്ളത് എന്ന് ആദ്യം ഓർത്ത് വയ്ക്കുക. ഇതാണ് Z വാല്യൂ, നമ്മളത് കാണുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയ 1.78. അപ്പോൾ ഇതാണ് 1.7. ഇനി 8 വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുകളിലത്തെ 8 ആണ് അതിന് നേർക്ക് വരുന്നത്. അപ്പോൾ ഈ 1.7ന്റെ നേരെ വരുന്ന 8 എന്ന് പറയുന്നത് എത്രയാണ്? 4625. അപ്പോൾ 4625 അതുതന്നെയാണോ ഇവിടെ കിട്ടിയിരിക്കുന്നത്? നോക്കൂ, ഇതുണ്ടോ ഈ കിട്ടിയിരിക്കുന്ന പോയിന്റിൽ. അപ്പോൾ 1.78 എന്ന് പറയുന്നത് 4625 ആണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, നമുക്ക് രണ്ട് സൈഡും എന്താണ് തുല്യമായിട്ടാണ് പറഞ്ഞത്. ഇവിടേക്ക് വന്നുകൊണ്ടാണ് ഇത് നെഗറ്റീവ്, ഇതേ ഡിജിറ്റ് റൈറ്റിലേക്ക് പോയപ്പോഴാണ് ഇത് പോസിറ്റീവ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മീനിൻ്റെ ലെഫ്റ്റിലെയും റൈറ്റിലേക്കും നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഇവിടം മുതൽ ഇവിടം വരെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഒരു സൈഡ് മാത്രമാണ് നമ്മുടെ വാല്യൂസ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ മീനിൻ്റെ ലെഫ്റ്റും റൈറ്റും കണ്ടപ്പോൾ നമുക്ക് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതേസമയം ഒരു മീനിൻ്റെ ഏതെങ്കിലും റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ആണ് വാല്യൂസ് രണ്ടും കിടക്കുന്നതെങ്കിൽ അവ തമ്മിൽ ഡിഫറൻസ് ആണ് ഈ ഒരു കേസിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ചോദിക്കും. 1.52 മുതൽ 2.01 വരെ എന്ന് പറയുമ്പോൾ 0 മുതൽ 1.52 ഇവിടെ ഉണ്ട്, 0 മുതൽ 2.1 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലത്തെ ഏരിയ കാണുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഇരുവശങ്ങളിലുമായിട്ടാണ് പോയിന്റുകൾ കടന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഏരിയ കാണുമെങ്കിൽ എന്ത് ചെയ്താൽ ഇത് ആഡ് ചെയ്യണം. ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലാണ് രണ്ട് പോയിന്റുകൾ തന്നെങ്കിൽ എന്ത് പോയിന്റ് നമ്മൾ കാണുമ്പോഴും 0 മുതലുള്ള അകലാണ് എടുക്കുക. 0 മുതൽ ഇതുവരേക്ക്, 0 മുതൽ ഈ പോയിന്റ് വരേക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലത്തെ ദൂരം അറിയണമെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 0 മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള വാല്യൂ അറിയാം, പക്ഷേ ഈ ഏരിയയുടെ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു സൈഡ് എത്രയാണ്? 0.5 ആണെന്നുള്ളത് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ മൊത്തം ഏരിയ ഒരു സൈഡ് പറഞ്ഞ് 5 ആണ്. 0 മുതൽ 1.8 വരേക്കുള്ള ഏരിയ നമുക്ക് ഇത്രയാണ് അറിയുന്നതെങ്കിൽ ഈ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ആ ടോട്ടൽ 0.5ൽ നിന്ന് ഈ കിട്ടിയ ഭാഗം നമുക്ക് മൈനസ് ചെയ്താൽ ബാലൻസ് എന്താണോ വരുന്നത് അതല്ലേ ഇവിടെ വരിക.
അത്രയേ ഉള്ളൂ. അതേപോലെ ഈ സൈഡും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ 0 മുതൽ 1.5 വരെയുള്ള ഈ ഏരിയയുടെ അളവ് നമുക്ക് അറിയാം. പക്ഷെ ഇതിന് ശേഷം എത്രയാണെന്ന് അറിയില്ല. അത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൊത്തം ഈ ഒരു ഏരിയ 0.5 ആണ്. ആ 0.5ൽ നിന്ന് ഈ കിട്ടിയ ടേബിൾ വാല്യൂ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡിഫറൻസ് ആയിരിക്കും ഈ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ 3 പോയിന്റുകളാണ് പ്രധാനമായിട്ടും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് മിഡിൽ പോയിന്റിന് ഇരുവശങ്ങളിലുമായിട്ടാണ് വരുന്നതെങ്കിൽ ടോട്ടൽ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ഒരേ വശങ്ങളിലാണ് 2 പോയിന്റ് എങ്കിൽ അതിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ആ 2 പോയിന്റുകൾ തമ്മിൽ മൈനസ് ചെയ്യുക എന്നുള്ളതും, ഇനി മിഡിൽ പോയിന്റ് മുതൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ദൂരം വരേക്കുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 0.5ൽ നിന്ന് ആ കിട്ടിയ ദൂരത്തിനെ മൈനസ് ചെയ്താൽ ഈ ബാലൻസ് പോർഷൻ കണ്ടെത്താം. ഇങ്ങനെ 3 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഈ പ്രോബ്ലം ഒന്ന് നമുക്ക് നോക്കാം. ഇതിൽ the variable x follows normal distribution with a mean 45 and standard deviation 10. Find the probability that x is greater or equal to 60. 40 is less than x and greater than 56. ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഇവിടെ പറഞ്ഞ മീൻ 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുക. മീൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ ആണ് അല്ലേ? അത് 45 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് SD എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല 60. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് 40 എക്സ് ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ 45 തന്നിട്ടുണ്ട്, അതായത് മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതായത് മീൻ എന്ന് പറയുന്നത് 45 ആണ്, പക്ഷെ എക്സ് എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ്? 60യേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമോ ആണ്. തുല്യമോ വലുതോ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു 60നേക്കാൾ കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ 60നേക്കാൾ മുകളിലാണ് ഈ ഒരു പോയിന്റ് വരേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഇവിടെ രണ്ടാമത്തെ കേസിൽ പറയുന്നത് 40നും 56നും ഇടയിലാണ് ഈ എക്സ് ഉള്ളത്. 40നേക്കാൾ വലുതുമാണ്, എന്നാൽ 56നേക്കാൾ ചെറുതുമാണ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വരച്ച് തന്നെ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു കേർവ് നമ്മൾ വരയ്ക്കണോ? വരച്ചു. അതിൽ അതിൻ്റെ മിഡിൽ പോയിന്റ് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? നടുവിൽ ഈ ഒരു പോയിന്റാണ് മീൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇതാണ് 45 അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 45 ആയതുകൊണ്ട് ഞാൻ അത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ബാർ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് കേസ് എന്താ? ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 60നേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്ന മീനാണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എക്സ് ബാർ എത്ര തന്നിട്ട്? 45ഉം എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാക്സിമം അതായത് 60 ആണെന്നാണ് പറയുന്നത്. ഈക്വൽ ടു ഈസ് ഗ്രേറ്റർ ദാൻ 60യേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വൽ ടു 60 എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം? 60 എന്നുള്ളൊരു വാല്യൂ ഇവിടെ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? ഈ 60 എന്നുള്ള വാല്യൂ കൊടുത്തു. മൈനസ് എക്സ് ബാർ എത്രയാണ്? 45 ആണ് ആണല്ലോ. 45 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 10 ആണ് തന്നിരിക്കുന്നത്. 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 15/10, അതായത് 1.5. 60 മൈനസ് 45, 15, 15/10, 1.5. അപ്പോൾ 1.5ൻ്റെ ടേബിൾ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മുടെ ചിത്രം. 45 ആണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞ എന്താണ്? ഈക്വൽ ടു 60 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് അല്ലേ? പോസിറ്റീവ് ആവുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടേക്ക് എന്ത് വരയ്ക്കുന്നു? ഇവിടെയാണ് ആ 1.5 എന്ന് വരയ്ക്കുന്നത്. അളവൊന്നും കൃത്യമല്ല, അതൊന്നും വിഷയമല്ല. 45 കഴിഞ്ഞിട്ടാണ് ഈ 60 എന്നുള്ള പോർഷനിലാണ് നമുക്ക് ഈ 1.5 കിട്ടിയത്.
അതിൻ്റെയാണല്ലോ നമ്മൾ സെറ്റ് വാല്യൂ കണ്ടത്. അപ്പോൾ ഈ 1.5 ഉള്ള ഈ ഏരിയ, അതായത് ഇതാണല്ലോ 0 മുതൽ അല്ലെങ്കിൽ മീൻ മുതൽ 60 വരെയുള്ള ഈ ഏരിയ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ടേബിളിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിളിൽ എങ്ങനെ കണ്ടുപിടിക്കും? 1.5ൻ്റെ ടേബിൾ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1.5 എടുക്കുക. 1.5 ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് 1.5. എല്ലാവരും ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആകെ 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ 0 എന്ന് പറയുന്ന അതിൽ തന്നെ എടുത്താൽ മതി. കാരണം 1.5ൻ്റെ വാല്യൂ 0.4332 ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേസമയം വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ 1.54 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 1.5 എടുക്കും. അതിന് നേരെ 5 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്? 4 ആണ് വേണ്ടത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ 4ന് നേരെയുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ എടുക്കുക. ക്ലിയർ ആണല്ലോ? മുകളിൽ 4 ആണ് കണ്ടോ. ഇവിടെ നമുക്ക് വെറും 1.5 ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് 0യിലുള്ളത് നമ്മൾ എടുക്കാനുള്ള കാരണം. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1.5ൻ്റെ വാല്യൂ 0.4332. ഇനി അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക. 60യേക്കാൾ വലുതാണ് എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വരെ കിട്ടിയിട്ടുള്ളൂ? ഇവിടെ 45 to 60 വരെ നമ്മൾ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 60 വരെയുള്ള വാല്യൂ ആണ് എന്ത്? ഈ 0.4332 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 0.4332 ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മിഡിൽ വാല്യൂവിൽ നിന്ന്, അതായത് മീനിൽ നിന്ന് 45 to 60. ഈ 60ൻ്റെ പോയിന്റ് ആണ് കേട്ടോ ഈ 1.5 എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ പോയിന്റാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയയുടെ ടേബിൾ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഈ എക്സ് എന്ന് പറയുന്നത് 60യേക്കാൾ വലുത് പറയുമ്പം ഇവിടെയല്ലേ 60 എന്നുള്ള പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 60യേക്കാൾ കൂടുതൽ പറയുമ്പോൾ ഏത് ഭാഗത്തിൻ്റെ ഏരിയ കാണണം എന്നാണ് പറഞ്ഞത് നമ്മളോട്? ഈ ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെ നമ്മൾ കാണും? ഇത് നമുക്ക് കാണണമെങ്കിൽ നമുക്കറിയാലോ ഇവിടെ എന്താണ്? ഇത് ഈക്വൽ ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ ഈ മൊത്തം ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണെന്ന് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു തന്നിട്ടില്ലേ? ഇവിടെയും 0.5 ആണ്, ഇവിടെയും 0.5 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 0.5 ആയാൽ അതിൽ നിന്ന് ഒരു ഭാഗം, ഈ മിഡിൽ നിന്ന് ഇത്ര പോർഷൻ ഇത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാലൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? 0.5ൽ നിന്ന് ഈ കിട്ടിയത് മൈനസ് ചെയ്താൽ ഇവിടുത്തെ നമുക്ക് എത്രയാണ് ഏരിയ എന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 0.5 ഒരു 3 ഡിജിറ്റ് ഇങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ. മൈനസ് ഈ 1.5ൻ്റെ വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് 0.4332 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.0668 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആൻസർ ഇവിടെ കംപ്ലീറ്റ് ആയി. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ 60 അല്ലെങ്കിൽ 60നേക്കാൾ കൂടുതലോ എന്നുള്ളതിലേക്ക് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ 60 എന്ന് പറയുമ്പോൾ ഇത്രയാണ്, 60നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞു നമുക്ക്? 0.0668 എന്ന് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടി കണ്ടുപിടിക്കാനില്ല ഇതിൽ. എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് 40നേക്കാൾ കൂടുതലും എന്നാൽ 56നേക്കാൾ കുറവുമാണ്. അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ നമ്മൾ 40നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഇവിടെ 45 ആണല്ലോ. അത് ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഇത് ഈ ചിത്രത്തിൽ വരച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിത്രം വരയ്ക്കാം. വരച്ചിട്ട് ഇവിടെ 45 ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 40നും 56നും ഇടയിൽ. 40നും 56നും ഇടയിൽ പറയുമ്പോൾ 45നേക്കാൾ കുറവല്ലേ 40? അത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആ 40 എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആ പോയിന്റ് ഇവിടെ എഴുതാം. 56 പറയുമ്പോൾ 45നേക്കാൾ ഈ ഒരു സൈഡിലേക്കും വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഈ വാല്യൂ എല്ലാം എഴുതേണ്ട, നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് കേട്ടോ ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴല്ലേ നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ ആയത്? 40നും 56നും ഇടയിൽ. ഈ 45 എവിടെ നിന്ന് വന്നൊന്നും ഡൗട്ടില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് മിഡിൽ പോയിന്റ് ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന മീനാണത്. അതുകൊണ്ട് നമ്മളത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യേണ്ടത് എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? ഇവിടെ 40ഉം കൊടുക്കാം, 56ഉം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? എക്സ് മൈനസ് എക്സ് ബാർ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ എക്സിന് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്? 40 എന്നുള്ള വാല്യൂ. ഓക്കെ,
അപ്പോൾ 40 മൈനസ് എക്സ് ബാർ എത്രയാണ് 45 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര 10. അപ്പോൾ 40 മൈനസ് 45 പറയുമ്പോൾ 5/10. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/10 എന്ന് വരുമ്പോൾ നമുക്ക് എത്ര വരും? ഇതിൻ്റെ ആൻസർ എത്ര വരും? 0.5. അതവിടെ ക്ലിയർ അല്ല എല്ലാവർക്കും? അപ്പം നമ്മൾ ഈ 40 എന്ന് എഴുതി അവിടെ എഴുതേണ്ട വാല്യൂ എന്താണ്? 0.5. അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു? 56. അടുത്ത വാല്യൂ 56. അപ്പോൾ 56 ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതുക? 56 മൈനസ് 45/10. അപ്പോൾ എത്ര വന്നു ഇവിടെ? 11/10. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.1 ആണ്. ക്ലിയർ അല്ലേ? 1.1. അപ്പോൾ ഈ 56ൻ്റെ അവിടെ നമ്മൾ എഴുതേണ്ട വാല്യൂ എന്താണ്? 1.1. അത് രണ്ടും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇത് രണ്ടിനും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് ക്ലിയർ ആയല്ലോ? ഇത് രണ്ടിൻ്റെ ഇടയിൽ 45നും 56നും ഇടയിലാണ് വാല്യൂ ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ 0.5ൻ്റെ ടേബിൾ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കണം. 0.5ൻ്റെ ടേബിൾ വാല്യൂ എത്രയാണെന്നുള്ളത് 0.5ൻ്റെ ടേബിൾ വാല്യൂ ഇവിടെ ശ്രദ്ധിക്കുക. 0.5 ഇതാ 0.5ൽ നമുക്ക് ഇപ്പുറത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 മാത്രം എടുക്കുക. അപ്പോൾ 0.1915. ക്ലിയർ അല്ലേ? 0.1915 ആ വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എഴുതേണ്ട വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.1915. അതാണ് ഇവിടുത്തെ സ്പേസ്. 0.1915. ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.1915. ഈ ഏരിയയിൽ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 1.1ൻ്റെ നമ്മൾ നോക്കുക. 1.1 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഈ ടേബിൾ എടുക്കുക. അതിൽ 1.1 നോക്കുക. 36, 43. ഇവിടെയും നമുക്ക് വേറെ ഒന്നും ഇല്ല അഡീഷണൽ ആയിട്ട്. അപ്പോൾ 0യിൽ നോക്കിയാൽ മതി. 3643 അല്ലേ? 3643 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഈ ഭാഗം എന്ന് പറയുന്നത് 0.3643 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെയും വാല്യൂ കിട്ടി. 0യിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ, ഈ മിഡിൽ പോയിന്റിൻ്റെ ഇരുവശങ്ങളിലുമായി പോയിന്റ് വന്നാൽ എന്ത് ചെയ്യണം? അവ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോഴല്ലേ ഏരിയ കിട്ടുക. അപ്പോഴാണല്ലോ ഇതിൻ്റെ പോയിന്റുകൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുക? ഇത് രണ്ട് വാല്യൂസും കൂടി ആഡ് ചെയ്യുക. 0.1915 പ്ലസ് 0.3643. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5, 3, 8, 4, 1, 5, 6, 9 സെയിം അല്ലേ ആൻസർ? 0.5558. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 0.558. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതിൽ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലം കൂടി ഇതിൽ ചെയ്ത് നോക്കാം. ഇതോടുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചിത്രം വരച്ച് കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. അവിടെ ദ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് ചെയ്യേണ്ട വിധത്തിൽ ഈ ക്വസ്റ്റ്യനിൽ നോർമൽ എന്നൊരു വേർഡ് ഉണ്ടായിരിക്കും കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണോ ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ആ ക്വസ്റ്റ്യനിൽ പറയും. ഒന്നില്ലെങ്കിൽ ഇന്നത് യൂസ് ചെയ്യാൻ വേണ്ടി പറയും. അതല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തെങ്കിലും ഒരു വേർഡ് അതിലവിടെ തന്നിട്ടുണ്ടാവും. കാരണം തന്ന ക്വസ്റ്റ്യനിൽ മീനും ആവറേജും ആണുള്ളത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അതന്നെ. പിന്നെ n എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അപ്പോൾ അതെന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ 80 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ 15 തന്നിട്ടുണ്ട്. 1000 സ്റ്റുഡൻസിൻ്റെ കേസാണ് പറയുന്നത്. അവരെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്തെങ്കിൽ 1000 സ്റ്റുഡൻസ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡംലി ചോസൺ സ്റ്റുഡൻറ്റ് ഹാസ് സ്കോർ ബിറ്റ്വീൻ 85നും 95. ഇപ്പോൾ ഈ 1000 സ്റ്റുഡൻസിനെ അവരെടുത്തപ്പോൾ
85നും 95നും ഇടയിൽ മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ സ്കോർ കിട്ടിയ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത, നമ്മളോട് നമ്പർ അല്ല ചോദിക്കുന്നത്, പ്രോബബിലിറ്റി ആണ് ചോദിക്കുക, എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 60, അതായത് 60 മാർക്കിൽ താഴെ ഏകദേശം എത്ര കുട്ടികൾ ഉണ്ടാവാം. ഇവിടെ നമ്പറാണ് ചോദിച്ചത്, അതായത് ഇപ്പോൾ ഒരു 10 കുട്ടികൾ 20 കുട്ടികൾ അങ്ങനെ എത്ര കുട്ടികൾ എന്നുള്ള നമ്പറാണ് ഇവിടെ ചോദിച്ചത്. 60 മാർക്കിൽ താഴെ എത്ര കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് 85നും 95നും ഇടയിൽ മാർക്ക് ഉണ്ടാവാൻ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. 1000 കുട്ടികൾ മീനും സ്റ്റാൻഡേർഡ് ഡിവിഷൻ തന്നിട്ടുണ്ട്, 2 ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. അപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കും, ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാലും മീൻ എന്ന് പറഞ്ഞാലും തന്നെയാണ് കേട്ടോ. ഇതെന്താണെന്ന് വിചാരിക്കേണ്ട, മ്യൂ എന്ന് കാണിക്കുന്നത് മീൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 80 ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ ചിഹ്നമാണത്, അത് 15 ആണ് തന്നെ. ക്ലിയർ ആണല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ 85 ആൻഡ് 95 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 85നും 95നും ഇടയിൽ. അപ്പം നമ്മളിവിടെ ചിത്രം വരച്ചു. ഓക്കെ, നടുവിൽ മീൻ വരച്ചു. ഈ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളോട് പറഞ്ഞ 80 ആണ് ഇവിടെ ഉള്ളത്, അത് നിങ്ങൾ ഓർക്കുക, ഇവിടെ 80. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 85നും 95നും പറയുമ്പോൾ ഏത് ഭാഗത്തേക്ക് വന്നു? റൈറ്റിലേക്ക് വന്നു. 85നും 95നും. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കണോ? അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ മീൻ എന്ന് പറയുന്നത് 80 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ. ആദ്യത്തെ കേസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ 85നും 95നും ഇടയിൽ. ക്ലിയർ അല്ലേ? ഈ എക്സ് എന്ന് പറയുന്നത് 85നും 95നും ഇടയിൽ. അപ്പോൾ നമ്മുടെ ചിത്രം ആദ്യം വരച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയാണ് 80, അതായത് നമ്മുടെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് 80 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 85നും 95നും. അപ്പോൾ ഈ 0 മുതൽ 85ഉം കാണണം 95ഉം കാണണം. ക്ലിയർ ആണല്ലോ. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 85ൻ്റെയും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ 95ൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നത് ഏത് വാല്യൂ കൊടുക്കാം? 85 to 95 85 ആദ്യം കൊടുക്കാം. 85 എന്നുള്ള വാല്യൂ നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 85 മൈനസ് 80/15. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 0.33 എന്ന് കിട്ടും. ഓക്കെ, 5/15. അപ്പോൾ 0.33 എന്നാണ് ഉത്തരം കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ 0.33 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ 0 ആണ്, 0യിൽ നിന്ന് 0.33 കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ടേബിൾ വാല്യൂ എത്രയെന്നുള്ളതാണ് നമ്മൾ നോക്കണം, ഈ ഒരു ഏരിയയുടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ ഇനി കാണാൻ വേണ്ടിയിട്ട് മറിച്ച് തരേണ്ട കാര്യമില്ലല്ലോ. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.3413 ആണ്. 0.3413. ഓക്കെ, ഇനി അടുത്ത വാല്യൂ കൊടുക്കണം എത്രയാണ്? 95 ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? 95 മൈനസ് 80/15. അപ്പോൾ 15/15 ആണല്ലോ വന്നത്. അപ്പോൾ ഈക്വൽ ടു 1 വരും. അപ്പോൾ 1ൻ്റെ ടേബിൾ വാല്യൂ എത്രയാണ്? 1ൻ്റെ ടേബിൾ വാല്യൂ 0.1293. 0.1293. അപ്പോൾ അത് ഇവിടെ വരേണ്ടത് എവിടെയാണ്? ഈ ചിത്രത്തിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണു. കാരണം ഇവിടെ നമുക്ക് മീനാണ്, ആ മീനിൽ നിന്ന് 0.33ലേക്ക്, അതായത് 85 എന്നൊരു വാല്യൂ കൊടുത്തോ 0.33ലേക്ക് വന്നപ്പോഴുള്ള ടേബിൾ വാല്യൂ ഇതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ 95 എന്നൊരു വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് വന്നത് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ആ 1 ആണ് ഈ വന്ന പോയിന്റ്, ഈ വര എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ദൂരവും കാണിക്കുന്നത് എങ്ങനെയാണ്? 80ൽ നിന്ന് 0.33ലേക്കും 80ൽ നിന്ന് 1ലേക്കുള്ള ആ ഒരു ഏരിയയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 85നും 95നും ഇടയിൽ നിന്ന് പറയുകയും ചെയ്തു. ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്തേക്കാണ്, ഇപ്പുറത്തേക്കൊന്നും വന്നിട്ടില്ല.
അപ്പം നമ്മളിവിടെ നേരത്തെ ഒരു റൂൾ പോലെ ഞാൻ പറഞ്ഞു തന്നല്ലോ. എന്താ കാരണം? നമ്മുടെ മിഡിൽ പോയിന്റിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്താണ് 2 പോയിന്റുകൾ വന്നെങ്കിൽ ഈ 85ൻ്റെയും 95ൻ്റെയും ഇടയിലുള്ള ഈ എക്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടം മുതൽ ഇതുവരെയുള്ള ദൂരം അറിയാം, ഇവിടം മുതൽ ഇതുവരെയുള്ള ദൂരം അറിയാം. പക്ഷേ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇടയിൽ എത്രയാണെന്ന് നമുക്കറിയില്ല. അതാണ് എക്സ് ആയിട്ട് നമ്മളിവിടെ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ ഒരു 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 വശത്ത് തന്നെ 2 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇവ തമ്മിൽ എന്ത് കാണണം ചെയ്യണം എന്നാ പറഞ്ഞ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇവ തമ്മിൽ ഈ കിട്ടിയ 2 ടേബിൾ വാല്യൂ തമ്മിൽ മൈനസ് ചെയ്യുക. 0.3413 മൈനസ് എന്താ വരുന്നത്? 1293 പോയിന്റ് മൈനസ് ഇതില്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.2120 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? നോക്കൂ, ഇതാ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. അപ്പം 0.2120 എന്നാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വന്നു അവിടെ? അപ്പോൾ ക്ലിയർ അല്ലേ? ഈ ചിത്രം വരച്ച് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആണ്. ഇതുവരെ മുതൽ ഇതുവരെയുള്ള ദൂരവും ഇത് മുതൽ ഇതുവരെയുള്ള ദൂരവും കിട്ടി. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇവ തമ്മിൽ എത്രയാണ് ദൂരം എന്നുള്ളത് അറിയില്ല ഇടയിൽ. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരേ വശത്ത് വരുമ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി ടേബിൾ വാല്യൂവിൻ്റെ. അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ സാധ്യത പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുണ്ടായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലേ? ഒന്നാമത്തെ പോയിന്റിൽ പ്രോബബിലിറ്റി ദാറ്റ് റാൻഡംലി ചോസൺ സ്റ്റുഡൻറ് സ്കോർ ബിറ്റ്വീൻ 85. അപ്പോൾ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് പ്രോബബിലിറ്റി ദാറ്റ് സ്റ്റുഡൻറ് സ്കോർ ഈസ് ബിറ്റ്വീൻ 8. ഇതാണ് ആ പ്രോബബിലിറ്റി എന്ന് പറയാം. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 60ൽ കുറവ് എത്ര സ്റ്റുഡൻസിന് ഉണ്ട്. അപ്പോൾ എത്ര സ്റ്റുഡൻസിൻ്റെ എണ്ണം അവിടെ പറയും. ഇത് പ്രോബബിലിറ്റി പറഞ്ഞു, ഇത് എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 60 പറഞ്ഞത് 60ൽ താഴെയാണ് വരേണ്ടത്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? 60ൽ എക്സ് എന്ന് പറയുന്നത് 60നേക്കാൾ താഴെ അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ അതിൻ്റെ ചിഹ്നം വരിക? 60ആണ് കൂടി നിൽക്കേണ്ടത്. ഈ വലിയ സംഖ്യയുടെ ഭാഗത്തേക്കാണ് ഈ വായ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ 60ൽ താഴെ പറയുമ്പം ഏതാണോ ചെറുത് അതിന് നേരെയാണ് ഈ കൂർത്ത ഭാഗം ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 60ൽ താഴെ ആയിരിക്കണം. 60ൽ താഴെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ നമ്മുടെ മീൻ എത്രയാണെന്ന് പറഞ്ഞത്? എക്സ് ബാർ ആണ് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ 0 എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ അണ്ടർസ്റ്റുഡ് ആണ് 80 ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ 60ൽ താഴെ ആവണമെന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്ക് വരണത്? ലെഫ്റ്റ് സൈഡിലേക്ക് വരണ്ടേ 60 എന്ന് പറയുമ്പോൾ? ഈ ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു 60 എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ നമുക്കിവിടെ എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം? 60 എന്നുള്ള വാല്യൂ കൊടുത്ത് ചെയ്യുമ്പോൾ 60 മൈനസ് 80/15. അപ്പോൾ നമുക്ക് എത്ര വന്നു? 20/15 എന്ന് പറയുമ്പോൾ എത്ര? 1.33. 1.33. അപ്പോൾ ഈ 60ൻ്റെ ഭാഗത്തുള്ള വാല്യൂ 1.33 ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏരിയ, ഈ 0യിൽ നിന്ന് ഇതുവരെയുള്ള ഏരിയയാണ് നമുക്കറിയാം. 0 ഇത് മുതൽ ഏരിയ 1.33 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ നോക്കൂ, 4082 ആണ്. 1.33. അപ്പോൾ ഇവിടെ 1.3ൽ 3 നോക്കുക കണ്ടോ? 1.3 എടുത്തു, അതിൽ നമ്മൾ 3 നോക്കി, 4082. അപ്പോൾ അത് 4082 തന്നെയാണോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യാം. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ 4082 തന്നെയാണ്. ഇനി ഇവിടെ നോക്കുക. ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഈ മിഡിലിൽ നിന്ന് ഈ 60 എന്ന് പറയുന്നത് അതിൻ്റെ ടേബിൾ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എത്രയാണത്? 4082. 4082 ഇതാ 4082. ഇത്രയും പോർഷൻ 0 മുതൽ ഇതുവരെയുള്ള ഈ ഏരിയയാണ് 4082. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അതിന് താഴെ വരുന്ന എത്ര കുട്ടികളുടെ ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എങ്ങനെയാണ്? 0.5 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്രയും പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 0.5000 എന്ന് ഈ കിട്ടിയിരിക്കുന്ന 0.4082 ലെസ് ചെയ്യാം.
അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 0.0918 എന്നുള്ള പോയിന്റ് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചാൽ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ എണ്ണം അവിടെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത്? 1000 സ്റ്റുഡൻസ് ആണല്ലോ ക്വസ്റ്റ്യനിൽ. 1000 സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ 1000 ഇൻറ്റു ഈ സാധ്യത, ഈ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഇപ്പോൾ കിട്ടിയ ഉത്തരം ഇൻറ്റു 1000 ചെയ്യുമ്പം 91.8 കിട്ടും. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 91.8 ആയതുകൊണ്ട് അത് 92 കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 92 കുട്ടികൾക്ക് 60 മാർക്കിൽ താഴെയെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്കിവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തോട് കൂടിയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇനി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിക്കാം. 10 to 20, 20 to 30, അതായത് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 10ഉം എൻഡിങ് 80ലും. അത്രയും ചിന്തിക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം നമുക്കത് ഇക്വേഷൻ അറിയാലോ, x - x bar ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇത് വെച്ച് കണ്ടുപിടിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലാസ് എഴുതി, അതിൻ്റെ ഫ്രീക്വൻസി നേരിട്ട് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ വരുമ്പം നമുക്ക് മീൻ കാണണമെങ്കിൽ നമ്മൾ അസ്യൂംഡ് മീൻ ആണ് ഉപയോഗിക്കുന്നത്. ആക്ച്വൽ മീൻ നമുക്ക് അറിയില്ല. അസ്യൂംഡ് മീൻ വെച്ച് ചെയ്തിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ മിഡ് വാല്യൂ എടുത്തു. ഈ 10 to 20ൻ്റെ മിഡിൽ വരുന്നത് 15, 20 to 30ൻ്റെ മിഡിൽ വരുന്നത് 25. അങ്ങനെ ഓരോന്നും എടുത്ത് എഴുതി, മിഡിൽ വാല്യൂ എടുത്ത്. ഇതാണ് മിഡ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ ആണ് ഇവിടെ എടുക്കുന്നത് ഈ കോളത്തിൽ. അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു മിഡിൽ വരുന്ന ഒരു 45നെയാണ് നമ്മൾ തന്നെ ഊഹിക്കുകയാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏകദേശം മിഡിൽ വരുന്ന എടുക്കുമ്പോൾ എന്താ വെച്ചാൽ മിഡിൽ 0 വരും. ഏകദേശം തുല്യമായിട്ട് മുകളിലേക്കും താഴേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അത് വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 45 എടുക്കുക. അപ്പോൾ ഇവിടെ ഡീവിയേഷൻ എടുക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂവിൽ നിന്ന് ഈ മീനിനെ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 15 - 45, അപ്പോൾ എത്ര വരും? 30. 25 - 45 20, 35 - 45 10, 45 - 45 0, 55 - 45 10, പിന്നെ 65 - 45 20, 75 - 45 30. ഇതെല്ലാം 10 10ൻ്റെ ആയതുകൊണ്ടാണ് 0 എല്ലാം കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയപ്പോൾ എന്തായി? -1 -2 -3. ഇവിടെ 1 2 3. അപ്പോൾ രണ്ട് സൈഡും ഈക്വലായി വന്നില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഒരു മിഡിൽ വാല്യൂ എടുത്തത്. ഇനി എഫ് ഇൻറ്റു ഡി ഡാഷ്, അതായത് ഈ ഫ്രീക്വൻസീനെ നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഡീവിയേഷൻ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4 × 3 എത്ര വന്നു? -12 വന്നു. അങ്ങനെ ഓരോന്നും ഇൻറ്റു ചെയ്തതാണ് ഈ എഫ് ഇൻറ്റു ഡി ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് എന്ത് ചെയ്യും? ഇതിൻ്റെ ടോട്ടൽ കാണണം. ഇതിൻ്റെ ടോട്ടൽ എങ്ങനെ കാണും? നടുവിൽ 0, മുകളിലെല്ലാം നെഗറ്റീവും താഴെയെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് വെക്കുക. താഴെ പോസിറ്റീവ് വാല്യൂസ് 3ഉം കൂടി ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് ചിഹ്നം മൈനസും ഒരു ഭാഗത്ത് പോസിറ്റീവും ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യാം? അതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കും. അതായത് ഈ ടോട്ടലിൽ നിന്ന് ഈ ടോട്ടൽ മൈനസ് ചെയ്യും. ഓക്കെ, ഈ 3 കൂടി ആഡ് ചെയ്ത് വെച്ചതും ഈ 3 കൂടി ആഡ് ചെയ്ത് വെച്ചതും തമ്മിൽ വ്യത്യാസം കാണുക, അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് എടുത്തിട്ട് ഏതു ഭാഗമാണോ വലുതായി നിൽക്കുന്നത് അതിൻ്റെ ചിഹ്നമാണ് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നോക്കൂ, ഇവ തമ്മിൽ ഡിഫറൻസ് എടുത്തപ്പോൾ 20 കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ മുന്നിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മൈനസ് ഉണ്ടായിരിക്കുക? ഇവിടുത്തെ നമ്പർ ആയിരിക്കും വലുതായിട്ട് ഉണ്ടാവുക ടോട്ടൽ ഉണ്ടാവുക. അതായത് 44 + 12 + 48 കൂട്ടി കിട്ടിയ ആ ഡിജിറ്റാണ് ഇവിടെ കൂട്ടി കിട്ടിയ ഡിജിറ്റിനേക്കാൾ കൂടി നിൽക്കുന്നുണ്ടാവുക. മൈനസ് ഫിഗർ ആയിരിക്കും. അതുകൊണ്ടാണ് അത് മൈനസ് ചെയ്തിട്ട് മൈനസ് എന്നുള്ള ചിഹ്നം അവിടെ ഇടാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്തത് എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ ആണ് പറയുന്നത്, ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പോൾ ഡി ഡാഷ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സ്ക്വയർ കാണുക. അതിന് അല്ലാണ്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തൊരു സ്ക്വയർ അല്ല ഇത്. പലപ്പോഴും അത് തെറ്റി വരാറുണ്ട്. ഇത് എഫ് ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ. അപ്പോൾ ഡി ഡാഷ് സ്ക്വയർ ആദ്യം കാണുമ്പോൾ -3 × -3 എന്താ വരിക? 9. 9 × 4 ആണ് 36 എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോയിന്റും ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇവിടെ 1 × 1 1 ആണ്. 1 × 40 ആണ്. 40 എന്ന് പറയുന്നത് 2 × 2 4 ആണ്. 4 × 16 ആണ്. 64.
3 × 3 9 ആണ്, 9 × 4 ആണ് 36. ഇങ്ങനെയാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇതും ടോട്ടൽ ചെയ്തു. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കാണുന്നത്, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, a + സിഗ്മ FD' / n × c. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ മുന്നേ നിങ്ങൾ പഠിക്കുന്നതാണ്. 3 സീരീസ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് മീൻ കാണേണ്ടതെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ മുന്നേ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ, നമ്മൾ എത്രയാണോ എടുത്തത് ആ മീനിനെയാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ 45 പ്ലസ്, ഇനി ഇതാണ് ഇക്വേഷൻ. ഇതിൽ അതേപോലെ അപ്ലൈ ചെയ്യേ വേണ്ടല്ലോ. സിഗ്മ FD' എന്ന് പറയുന്നത് എത്രയാണ്, ഇതാ -20 -20/n എന്ന് പറയുന്നത് ഇവിടെ 200. അതിൻ്റെ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്, അത് 200 ആണ്. ഇൻറ്റു ഈ സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽസ്, അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം 60 70 70 80 പറയും, 10 ഡിഫറൻസ്. ഇൻറ്റു 10 ആണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ നമ്മളിത് കട്ട് ചെയ്ത് പോവും. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 20 ബാക്കി വരുന്നത് 44 ആണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കുള്ള മീനിലേക്ക് എത്തി, 44ലേക്ക് എത്തി. ഓക്കെ. ഇനി നമുക്ക് കാണുന്നത് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ √ സിഗ്മ FD'/n - സിഗ്മ FD'/n ഹോൾ സ്ക്വയർ. രണ്ടും വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ സിഗ്മ FD' എന്ന് പറയുന്നത് ഇതാണ്, FD' സ്ക്വയർ ആണ് കേട്ടോ. FD' സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ്. ഇത് സിഗ്മ FD' സ്ക്വയർ ആണ്, 312/200 മൈനസ്, അതിൽ നിന്ന് മൈനസ് ചെയ്യുക. എന്താ മൈനസ് ചെയ്യേണ്ടത്, ഇതാ ഇവിടെ നമുക്ക് കിട്ടിയതിൻ്റെ സ്ക്വയറിനെ മൈനസ് ചെയ്യണം. അപ്പോൾ -20/200ൻ്റെ കണ്ടോ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 20/200 എത്രയാണെന്ന് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എത്രയെന്ന് കണ്ടുവയ്ക്കുക. ഇതും ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റൂട്ട് എത്രയാണെന്നുള്ളത് കാണാം. ഓക്കെ. അപ്പോൾ ഇതുണ്ടോ 312/200 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.56 ആണ്. മൈനസ് 20/200ൻ്റെ സ്ക്വയർ കണ്ടിട്ട് അത് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.01 ആണ്. അപ്പോൾ ആ റൂട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. റൂട്ടിനെ അവിടെ ഇട്ടു. ഇൻറ്റു ആ ക്ലാസ് ഇൻ്റർവെൽ 10 ഇവിടെ കാണിച്ചു. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത സമയത്ത് എത്ര വന്നു, 1.55. അപ്പോൾ നമ്മൾ ഈ 1.55ൻ്റെ റൂട്ട് എത്രയാണെന്നുള്ളത് നോക്കി അതിനെ ലാസ്റ്റ് ഇൻറ്റു ചെയ്തപ്പോൾ 12.5 ആണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 44 മീനും കിട്ടിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടിയിട്ടുണ്ട്, 12.5 കിട്ടി. ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇവ ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 5 കോളം ഉണ്ട്. ഫസ്റ്റ് കോളം ക്ലാസ് ലിമിറ്റ് എഴുതാം. നമുക്കറിയാം 10ൽ നിന്ന് തുടങ്ങി 80 വരെയായിരുന്നു. അപ്പോൾ നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കോളം Z വാല്യൂ കാണാനാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം x - x ബാർ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ x പറയുമ്പോൾ ഇതാണ് ഈ x വാല്യൂസ്. ഓരോ വാല്യൂ കൊടുക്കുക. അതിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മീൻ 44ഉം ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.5ഉം. അപ്പോൾ ആദ്യത്തെ കേസിൽ അതങ്ങനെ നോക്കുക. മൂന്നാമത്തെ കോളത്തിൽ ആ ടേബിൾ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. നാലാമത്തെ കോളത്തിൽ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ കോളത്തിൽ അതിൻ്റെ ഫ്രീക്വൻസീസ് നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. അതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് ഇൻ്റർവെൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിലും അവസാനത്തെ ക്ലാസ്സിലും പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒന്നും എഴുതാനില്ല. കാരണം അത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആയതുകൊണ്ട് നമുക്കറിയാലോ, അത് ബെൽ ഷേപ്പ്ഡ് ആവുമ്പം അതിൻ്റെ മാക്സിമം പോയിന്റ് എത്ര വരും, രണ്ട് വശങ്ങളിലും 0.5 0.5. അപ്പോൾ ഇവിടെ രണ്ടിലും 0.5 എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും കാൽക്കുലേഷൻ അവിടെ വരുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്ലാസ് ലിമിറ്റ് എടുക്കുക. അപ്പം 10ൻ്റെ കേസ് ഇവിടെ തീരുമാനമായി. രണ്ടാമത് 20 എടുക്കുമ്പോൾ 20ൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ എക്സ് ആയിട്ട് 20 കൊടുക്കുക. അപ്പോൾ 20 - 44 എത്ര വന്നു, ബാക്കി 24 വരും. 24/12.5 ചെയ്യുമ്പോൾ എത്ര വന്നു, -1.92 അങ്ങനെ കിട്ടുന്നതാണ്. അതായത് ഈ ഇക്വേഷനിൽ ഈ ഓരോ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് ഇതെല്ലാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത കോളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1.92ൻ്റെ ടേബിൾ വാല്യൂ നോക്കുക. അപ്പോൾ 1.9 എടുക്കുക, അതിൽ 2ഉം കൂടിയുള്ള വാല്യൂ നോക്കുമ്പോൾ ഇതാണ് ആ വാല്യൂ. ആ വാല്യൂ ഇതുപോലെ എഴുതി വയ്ക്കുക. ക്ലിയർ അല്ലേ? അടുത്ത കോളം നമ്മൾ ചെയ്യുന്നത്, ഇനി എന്ത് ചെയ്യണം, ഇവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ
ഇതെല്ലാം നെഗറ്റീവ് ഫിഗേഴ്സ്, അതെല്ലാം ഒരു സൈഡിലല്ലേ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരേ സൈഡിൽ 2 ഫിഗേഴ്സും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യുമ്പം 0.0274 കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് കോളം നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയുള്ള ടോട്ടൽ ഫ്രീക്വൻസി എത്രയായിരുന്നു? 200 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ 200 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. ഇതങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം ചെയ്യണത്. ഇനി 30ഉം ഇതേപോലെ ഇവിടെ എന്തിട്ടു? 30 മൈനസ് 44 ബൈ 12.5 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടി? -1.12 കിട്ടി. ഇനി 1.1ൽ 2ൻ്റെ എന്താ വാല്യൂ നോക്കുക. 0.3686 ആണെന്ന് അറിയാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ടേബിൾ നോക്കി കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 0.1040 എന്ന് കിട്ടി ഡിഫറൻസ് എടുത്തപ്പോൾ. അതിനെ 200 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 21 എന്ന് കിട്ടി. ഇനി 40 എടുക്കുക. 40 മൈനസ് 44 ബൈ 12.5 ചെയ്യുമ്പോൾ നമുക്ക് -0.32 കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ കാണുമ്പോൾ 0.1255 കിട്ടി. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. ഒരേ സൈഡിൽ മൈനസ് ചെയ്തപ്പോൾ 0.3099 എന്നാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? അല്ല, 0.2431 ആണ് കിട്ടിയത്. ഇനി അതിനെ 200 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 49 കിട്ടി. അടുത്ത വാല്യൂ എടുക്കുക, 50 എടുക്കുക. 50 എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനേക്കാൾ കൂടി വന്നിട്ടുണ്ട് വാല്യൂ. 44 മുകളിലേക്ക് പോയി 50 പറയുമ്പോൾ. 50 മൈനസ് 44 ബൈ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഫിഗറിലേക്ക് മാറാൻ തുടങ്ങി അല്ലേ. അപ്പോൾ 6/12.5 വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉത്തരവും പോസിറ്റീവ് സൈനിലേക്ക് മാറി 0.48 കിട്ടി. 0.48ൻ്റെ വാല്യൂ 0.1844 ആണ് അതിൻ്റെ ടേബിൾ വാല്യൂ. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് മൈനസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു നെഗറ്റീവ് ഫിഗറും ഇവിടെ ഒരു പോസിറ്റീവ് ഫിഗറുമാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കർവിൻ്റെ മിഡിൽ വാല്യൂന്ന് ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലുമാണ് കിടക്കുന്നത്. ലെഫ്റ്റിലും നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവും നമ്മളിപ്പോൾ ചിത്രം വരച്ച് കാണിച്ചല്ലോ. അങ്ങനെ ഇരുവശങ്ങളിൽ വാല്യൂ വന്ന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ആഡ് ചെയ്യണം. അപ്പോൾ ഇവയുടെ ടേബിൾ വാല്യൂ തമ്മിൽ ആഡ് ചെയ്താണ് ഈ 0.3099. ഇനി അതിനെ 200 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടിയ ഉത്തരമാണ് 62. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ ആഡ് ചെയ്യണു, ബാക്കിയെല്ലാം ഡിഫറൻസ് എടുക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ നിയമം പ്രകാരമാണ്. ഒരു മെയിന് ഇരുവശങ്ങളിലായിട്ട് ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആഡ് ചെയ്യുന്നു. ഇനിയെല്ലാം ഈ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. കണ്ടോ? മിഡിൽ പോയിന്റ് വരെ അതെല്ലാം ലെഫ്റ്റിലായിരുന്നു. ഒരു പോയിന്റ് റൈറ്റിലേക്ക് മാറി. ഇനി എവിടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ പോകുന്നത്? മൊത്തം റൈറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ 60 വെക്കുമ്പോഴും 60/14 എന്ന് പറയുമ്പോൾ 24/12.5 ചെയ്യുമ്പോൾ 1.28 വന്നു. അതിൻ്റെ വാല്യൂ നമ്മൾ എഴുതി. ഇനി ഇവിടുന്ന് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവ എല്ലാം ഒരേ സൈഡിലേക്ക് വന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഡിഫറൻസ് എടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ് 0.2153 എന്ന് പറയുന്നത്. അതിനെ 200 കൊണ്ട് ഇൻറ്റു ചെയ്തു 43 എടുത്തു. പിന്നെ 70 എടുത്തു. 70 എടുക്കുമ്പോൾ 70 മൈനസ് 44/12.5 2.08 ആണ്. ഇനി അതിൻ്റെ ഏരിയ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഏരിയയെ നമ്മൾ ഇവ തമ്മിൽ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. ഇൻറ്റു 200 ചെയ്തപ്പോൾ 16 ആണ്. ഇനി 80ലേക്ക് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏരിയ മാത്രം ഇവിടെ എഴുതിയിട്ടാൽ മതി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്കൊന്നും ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനില്ല. ടേബിളിൻ്റെ ഇത് 0.5 കോമൺ ആണ്. അത് മാത്രം ഏരിയയുടെ എഴുതിയിട്ടാൽ മതി. ബാക്കി ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? ഈ ഒരു ടോട്ടൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 21, 49, 5 ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏത് കിട്ടണം? നമ്മുടെ ഈ ഫ്രീക്വൻസി ആയിട്ട് 200 കിട്ടണം. ഓക്കെ. ഇത് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണ് എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ 5 കോളം മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ട വിധം എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ലിമിറ്റ് വരുന്ന സമയത്ത് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടുണ്ടാവില്ല. വെറും സീരീസും ഫ്രീക്വൻസിയും മാത്രം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? മീൻ കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടേബിൾ വരച്ചിട്ട് ക്ലാസ് ലിമിറ്റ് എഴുതി, സെഡ് വാല്യൂ കണ്ടുപിടിച്ചു, ഏരിയ കണ്ടുപിടിച്ചു. ആദ്യത്തെ കേസിലൊക്കെ ഡിഫറൻസ് എടുക്കും. മിഡിലിൽ, അതായത് എപ്പോഴാണോ ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ടേബിൾ വാല്യൂ വരുന്നത് അപ്പം മാത്രം അത് ആഡ് ചെയ്യുന്നു. ബാക്കി മുകളിലും താഴെയൊക്കെ, അതിന് മുകളിലും താഴെയൊക്കെ എന്ത് ചെയ്യുന്നു? മൈനസ് മാത്രം ചെയ്തുകൊണ്ട് ഫിഗേഴ്സ് എഴുതുന്നു. ഇൻറ്റു അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് ഇൻറ്റു ചെയ്തു നമുക്ക് ടോട്ടൽ. അപ്പം നിങ്ങൾ ചെയ്തെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ഫസ്റ്റിലത്തേനും ലാസ്റ്റിലത്തേനും ഈ ഒരു 0.5ൻ്റെ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ.
വേറെ ഒന്നും അവിടെ ചെയ്യേണ്ട. ഈ ടോട്ടൽ ഒന്ന് നോക്കുക. കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് 200 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ ശരിയായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിത്രം വരച്ച് തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. അപ്പോൾ ചിത്രം വരച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും തിയറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിയറി പഠിച്ചാലും നമുക്ക് പരീക്ഷ പാസ്സാവാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇനി നടക്കാൻ പോകുന്ന കോർപ്പറേറ്റ് റെഗുലേഷൻ്റെയും QT-യുടെയും 3 ക്വസ്റ്റ്യൻ പേപ്പർ വീതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വേണ്ട ആളുകളുണ്ടെങ്കിൽ ചാനലിൽ, അതായത് RS കൊമേഴ്സ് അക്കാഡമി എന്നുള്ള ചാനലിൽ പോയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഏത് സബ്ജക്റ്റാണോ വേണ്ടത്, ക്വസ്റ്റ്യൻ ബാങ്ക് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റും ഉണ്ട്. അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ മാത്രം നോക്കണമെങ്കിൽ ആ സബ്ജക്റ്റിലും അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്ന 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിക്കുക. ഒപ്പം തന്നെ അതിനോട് അടുത്ത് നിൽക്കുന്ന പോയിന്റ് കൂടി നോക്കുക. കഴിഞ്ഞ 3 പരീക്ഷയിലും നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, വല്ലാതെ മാറ്റം വരുത്തിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ വർഷം മുതൽ 4 ഇയർ UG സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളൊക്കെ ഏകദേശം ഇതിൻ്റെ അവസാന ബാച്ചുകാരാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഈ ഫോർമാറ്റൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അല്ലാണ്ട് വല്ലാണ്ട് വേരിയേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി ഒന്ന് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ വേണ്ടി മറക്കരുത്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതോടുകൂടി നമ്മുടെ QT എന്നുള്ള സബ്ജക്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ കവറായിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്